വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ വട്ടമായിട്ട് ഞാൻ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കോൾ വന്നു, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്ങാണ്ടൊക്കെ ആയി, അതൊക്കെ മാറിപ്പോന്നു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നൊരു വ്ലോഗ് എടുക്കാമെന്ന്. കുറേ ദിവസമായി ഞാൻ വ്ലോഗ് എടുത്തിട്ട്, ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതലായിക്കാണ് ഞാൻ ഒരു വ്ലോഗ് എടുത്ത് എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം. ഷോർട്സ് ഇടാറുണ്ടെന്നാലും വ്ലോഗില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരുപാട് ഇൻട്രോ പറഞ്ഞ് ഞാൻ കുളമാക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ പുതിയൊരു അതിഥിയെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതാണ് ദേവു, എൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തുകൊണ്ട് വന്ന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിടിച്ച് പറിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വന്നെന്ന് പറയുന്നതായിരിക്കും സത്യം. അതുകൊണ്ടാണ്. വേറെ ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന ഫോട്ടോയ്ക്കകത്താണെങ്കിൽ നല്ലതായിട്ട് ചിരിക്കും, പക്ഷേ എൻ്റെ കയ്യിൽ വരുന്ന ഫോട്ടോയ്ക്കകത്താണെങ്കിൽ ചിരിക്കത്തില്ല. പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേന് മാറിക്കോളും എന്നാണ് എൻ്റെ വിചാരം. എന്തായാലും വരാത്ത ആൾ ഇപ്പോൾ എൻ്റെ കൈ വന്ന് തുടങ്ങിയല്ലോ, അതിൽ തന്നെ ഭയങ്കര സന്തോഷം. ഞാൻ കാക്കൂ എന്ന് പറഞ്ഞാണ് ഫോൺ അടുത്തോട്ട് വെച്ചത്, എന്നിട്ട് പോലും എന്നെ നോക്കുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കിടന്നുറങ്ങി. പാറുവിനെ വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിലെ പ്രശ്നം കാരണം അതെനിക്ക് റിമൂവ് ചെയ്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ കോൾ ചെയ്ത് പാവം ദേവൂട്ടം കിടന്നുറങ്ങിപ്പോയി. ഞാൻ ഉണർത്താൻ വേണ്ടി കവിളിലൊക്കെ പിടിക്കുകയോ കുറേ ഉമ്മയൊക്കെ കൊടുത്ത് എന്നിട്ടൊന്നും ഉണർന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും കൈ വെച്ചുറക്കണ്ട, കൊണ്ടുപോയി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയി കൊടുക്കുവാണ്. അതിന് മുമ്പ് ഒന്നും കൂടെ വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്തായാലും ഇത് ഇത്രയും വലിയൊരു വ്ലോഗ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇത് 2-3 ദിവസത്തിന് മുമ്പുള്ള വീഡിയോ ആയിരുന്നു. ഇതൊരു സ്പെഷ്യൽ ചക്കയാണ്. ഈ ചക്കയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അമ്മ എവിടുന്നോ കൊണ്ടുവന്ന ഒരു ചക്കയാണ്. ഇതെന്തോ ഭയങ്കര പ്രോട്ടീനുള്ള എന്തോ ഒരു ചക്കയാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് മൂന്ന് ചുളകൾ മാത്രമേ ഉള്ളൂ. 3 ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 3 പീസേ ഉള്ളൂ ഗൈസ്. ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അമ്മ ഇത് മുറിക്കാൻ നോക്കിയിട്ട് അതൊട്ട് മുറിയുന്നുമില്ല. അതിൻ്റെ ഇവിടെ നമുക്ക് തൊടാനും പറ്റത്തില്ല, ഭയങ്കര മുള്ളായിരുന്നു. അമ്മ മുറിക്കാൻ നോക്കിയിട്ട് അത് മുറിയാത്തത് കൊണ്ട് നമ്മൾ അഖിൽചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അഖിൽചേട്ടൻ മുറിക്കാൻ നോക്കുകയാണ്. മുറിക്കാൻ ഭയങ്കര പാടാണ്, കാര്യം അത് തൊടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഈ മുള്ളുപോലാണ് ഇരിക്കുന്നത്. അഖിൽചേട്ടനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുവാണ്, എന്നിട്ടൊന്നും വരുന്നില്ല. അവസാനം ഇതെങ്ങനെയോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അഖിൽചേട്ടൻ പോയി അതിനകത്ത് കഴുകുകയൊക്കെ ചെയ്യുമായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ പുറവിലൊരു പ്ലാവ് നിൽപ്പുണ്ട്. ആ പ്ലാവിൻ്റെ മുകൾ വശത്താണെങ്കിൽ കമ്പ് ചരിഞ്ഞു പോയി. അതിൻ്റെ മുകൾ വശം വെട്ടിക്കൊടുക്കാൻ പോവുകയാണ്. ഏണിയും അഖിൽചേട്ടനും അമ്മയും കൂടെ ആണ് പോയിരിക്കുന്നത്. ഞാൻ കാടിൻ്റെ ഇപ്പുറത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അമ്മ എന്തോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് എന്നെ അവിടം വരെ ആക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ കാടും പടലും ഉള്ളിടത്തൊന്നും ഞാൻ പോവത്തേ ഇല്ല. പിന്നെ ഞാൻ ആ സൈഡിൽ കൂടെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയി. അഖിൽചേട്ടനാണെങ്കിൽ ഏണിയുടെ മണ്ടയിൽ കയറി അതിൻ്റെ മുകൾ വശം വെട്ടിക്കൊടുക്കാറുണ്ട്. ഒരു 100 വെട്ടെങ്കിലും വെട്ടിയതിന് ശേഷമാണ് ഗൈസ് ഇതെടുത്തത്. കാര്യം വെട്ടുന്ന കാര്യത്തിൽ അഖിൽചേട്ടനും മോശമാണ്, വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ചക്ക നിൽക്കുമ്പോൾ വെട്ടിക്കൂടെന്നുള്ള കാര്യം ഈ പ്ലാവിൻ്റെ ഒരു ചില്ല വെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. എന്തായാലും അത് ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ആടുള്ള വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അതിനകത്ത് കുപ്പി കമത്തി വെച്ചേക്കുവാണ്. കാര്യം അതിനകത്ത് വെള്ളം ഇറങ്ങി ആ പ്ലാവ് നശിച്ചു പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കുപ്പി ഇങ്ങനെ കമത്തി വെക്കുന്നത്. അത് അമ്മയാണ് കേട്ടോ പറഞ്ഞു തന്നത്. അമ്മയുടെ എല്ലാ പ്ലാവിനകത്തും അമ്മ കുറച്ച് വളരുമ്പോൾ തന്നെ അതിൻ്റെ മുകൾ വശം കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുപ്പി കമത്തി വെക്കാറുണ്ട്. ഒരുപാട് അങ്ങ് നീളം വെച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാവാം, എന്തോ എനിക്കറിയത്തില്ല. എന്നിട്ടും അത് വെട്ടിയത് ഇച്ചിരിയും കൂടെ ശരിയാവാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് വെട്ടി കൊടുക്കുവാണ്, വെട്ടി കറക്റ്റാക്കി കൊടുക്കുവാണ്. ആദ്യം അവളുടെ ഒരു 100 വെട്ടി. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, എടാ അത് കൈവച്ച് ഇങ്ങനെ ഒടിച്ചെടുക്കുക, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം എന്ന് പറഞ്ഞു. അവസാനം അൽച്ചേട്ടൻ്റെ വെട്ട് കണ്ട് അൽച്ചേട്ടൻ തന്നെ നിങ്ങൾ നിർത്തിയിട്ട് ഇനിയിപ്പോൾ കൈവച്ച് ഒടിച്ചിടാമെന്ന് വിചാരിച്ചതിന് ശേഷം കൈവച്ച് ഒടിച്ചിടുവാണ്. പിന്നെ ഒരു 2 വെട്ട് വെട്ടി, എന്നിട്ട് പിന്നെ കൈവച്ചാണ് ഒടിച്ചെടുത്തത്. ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഗൈസ്? ബോറടിക്കുന്നത് കുറേ നാളായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ വന്നിട്ട്. എന്തായാലും അത് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് താണ്ട് ഇതുപോലെ കുപ്പി മടക്കി വെച്ചിട്ടുണ്ടെന്ന്, കുപ്പി കമത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. അതാകുമ്പം മഴ പെയ്താലും, ഇപ്പം മഴ സീസൺ ആണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, മഴ പെയ്ത് വെള്ളം വന്നാലും ആ പ്ലാവ് നശിച്ചു പോകത്തില്ല. അതാണ് അതിൻ്റെ ഗുഡൻസ് കേട്ടോ. 2-3 ചക്ക നിൽപ്പുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് അമ്മ നട്ടുവെച്ച പ്ലാവിനകത്ത് ചക്കയാണ് കേട്ടോ.
അമ്മയാണെങ്കിൽ ഒരു കുഞ്ഞു ചക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ 3 മാസത്തോളം ഇങ്ങനെ നോക്കി നോക്കി നിൽക്കും അത് വിളഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അമ്മയുടെ ഒരു എന്താ ചക്കയ്ക്കകത്തോട്ട് ഇങ്ങനെ കിടക്കുന്നു, അതുകൊണ്ട് അമ്മ പിടിച്ച് താഴോട്ട് ഇട്ടേക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ വഴക്ക് പറയുന്നുണ്ട്, കുക്കു നീ സഹായിക്കേണ്ട, നീ ഇങ്ങനെ 24 മണിക്കൂർ ഒരു ഫോണും പിടിച്ചുകൊണ്ട് ഇരുന്നോളാൻ പറഞ്ഞ് എന്നെ വഴക്കും പറയുന്നുണ്ട്. ഇപ്പം വരുമ്പോൾ ഒരു മുഖഭാവമുണ്ട്, അതെന്നെ വഴക്ക് പറഞ്ഞിട്ടാണ്. ഇപ്പം കണ്ടോണേ, അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എപ്പോഴും കൊഞ്ഞനം കുത്തി കാണിക്കലാണ് എൻ്റെ അഖിൽച്ചേട്ടൻ്റെ ഏറ്റവും പ്രധാന മാർഗ്ഗം. അപ്പോൾ സത്യം പറഞ്ഞാൽ അഖിൽച്ചേട്ടൻ വീഡിയോ എടുക്കുന്ന കണ്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അമ്മ പോകാൻ നേരത്താണ്ട് ഈ മാംഗോയിസ്റ്റ് ഉണ്ടായിരുന്നു, അമ്മ എവിടുന്നോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മാംഗോയിസ്റ്റ് അഖിൽച്ചേട്ടനും കൊടുത്തു. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് 5 മാംഗോയിസ്റ്റ് എനിക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 2 പേർക്കും ഒരുമിച്ച് വന്നാൽ എന്താണെന്നറിയാമോ, ഞങ്ങൾ തമ്മിൽ വഴക്കാവും. അതൊരു പ്രത്യേക ഒരിതാണ്. അതിൽ ഒരു വീട്ടിൽ 2 പിള്ളേരുണ്ടെങ്കിൽ 2 പേർക്കും പ്രത്യേകം കൊടുക്കത്തില്ല. അതുപോലെയാണ് അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും സാധനങ്ങൾ തരുന്നത്. 2 പേർക്കും ഒരുപോലെയാണ് തരുന്നത്. അത് ഞാൻ എപ്പോഴും പറയും, മോക്കാണ് കൂടുതൽ കൊടുക്കേണ്ട, മരുമോൻ എപ്പോഴും കുറച്ചേ കൊടുക്കാവൂ എന്ന് പറഞ്ഞാലും അമ്മ കേൾക്കത്തില്ല. 5 മാംഗോയിസ്റ്റ് എനിക്കും 5 മാംഗോയിസ്റ്റ് അഖിൽച്ചേട്ടനും കൊടുത്തു. പിന്നെ അമ്മ റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം അഖിൽച്ചേട്ടൻ 5 റംബൂട്ടാൻ കൊടുത്തു, പിന്നെ 5 റംബൂട്ടാൻ എനിക്കും. അതിനകത്തുനിന്ന് ഒരെണ്ണം ഞാൻ പിടിച്ചു പറിക്കാൻ നേരത്താണെങ്കിൽ അഖിൽച്ചേട്ടൻ്റെ ഇന്ന് തറയിൽ പോയി. പിന്നെ 5 എണ്ണം എനിക്ക്. സത്യം പറഞ്ഞാൽ 5 എണ്ണം എനിക്കില്ല കേട്ടോ. അഖിൽച്ചേട്ടൻ പറയണേ, വേണമെങ്കിൽ അതും കൂടി ഇനി തന്നേക്കും മഞ്ജുമ്മേ, ഞാൻ പിടിച്ചോളാം കുക്കുവിൻ്റെയും കൂടെ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട അത് അവൾക്ക് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ 2 പേരും കൂടെ അടി ഉണ്ടാവാനില്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ അഖിൽച്ചേട്ടൻ ഇങ്ങനെ ഉടുപ്പിലൊക്കെ പിടിച്ച് വെച്ചേക്കാണ്. പിന്നെ 2 പേരയ്ക്ക് അഖിൽച്ചേട്ടനും 1 പേരയ്ക്ക് എനിക്ക് തന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ വഴക്കുണ്ടാക്കി 1 പേരയ്ക്കും കൂടെ മേടിച്ചു. ഭയങ്കര പാഷ്വാലിറ്റിയാണ് ഗൈസ്. എപ്പോഴും സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്, ഞാനാണോ മോള് അതോ അഖിൽച്ചേട്ടനാണോ മോനെന്നുള്ള കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ചില സമയത്ത് എനിക്ക് തോന്നത്തില്ല കേട്ടോ. ചില സമയത്ത് എപ്പോഴും അമ്മ എന്നെ തന്നെ പറയും, ഇതാ എൻ്റെ മോളെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ചില സമയത്ത് ഭയങ്കര കുശിമ്പിയാണ് ഗൈസ്, എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ. എന്തായാലും അതൊക്കെ പോട്ടെ. ഞാനും ഇങ്ങനെ ഉടുപ്പിനകത്ത് ഇങ്ങനെ മറച്ച് പിടിച്ച് വെച്ചേക്കും. ഈ അഖിൽച്ചേട്ടനാണെങ്കിൽ എൻ്റെ തീന്ന് എടുത്തുകൊണ്ട് അങ്ങ് പോകാൻ വേണ്ടി വരും. അപ്പോഴാണ് അമ്മയുടെ കൈ മുറിച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര കൈവേദനയായിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ ആഹത്ത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്നാണെന്ന് തോന്നുന്നു തേവന്നൂർ പോയി. ഇത് സത്യം പറഞ്ഞാൽ 3 ദിവസത്തെ വ്ളോഗായിട്ടാണ് കേട്ടോ എടുക്കുന്നത്, 3 ദിവസത്തെ വ്ളോഗ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തേവന്നൂർ പോയി. അവിടെ 2-3 കാര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മടിച്ച് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൊട്ടാരക്കര വീട്ടിലോട്ട് വരുവാണ്. കൊട്ടാരക്കര വീട്ടിലോട്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും തിന്നാലോ എന്ന് വിചാരിച്ചു നമ്മൾ ഷവർമ്മ മേടിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ 2 ഷവർമ്മ പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പുള്ളി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കറക്റ്റ് സമയത്ത് ഞങ്ങൾ വന്നു. അപ്പം തന്നെ പറഞ്ഞു, ഞങ്ങൾ കഴിക്കാതിരിക്കുമ്പോഴേ ആൾക്കാർ വരത്തോളം എന്ന് പറഞ്ഞു. ആൾച്ചേട്ടൻ അവിടെ പൈസ കൊടുക്കാൻ പോയതാണ്. ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഷവർമ്മ ഈ കടയിലെ ഷവർമ്മയല്ല, അത് വേറെ ഏത് കടയിലെ ഷവർമ്മ എന്നാലും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതെന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എനിക്ക് ഇവിടുത്തെ ഷവർമ്മയെ ഇഷ്ടപ്പെടത്തുള്ളൂ. അതിൽ ചേട്ടൻ വേറൊരു സാധനം മേടിച്ച്, ഞാൻ ഷവർമ്മ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ബൈ ബൈ, ടാറ്റാ, ലവ് യു.